ഇത്തിരി വെള്ളം കൊണ്ടുപോവാ മോളെ. കണ്ടപ്പോ വെള്ളം മതിയോ? അവനിഞ്ഞ് വന്നാ മോളെ. ഓ, അവൻ വരാനുള്ള സമയമൊന്നും ആയില്ലല്ലോ. ആ പാറപ്പുറത്ത് ആ സുകുമാരന്റെ രമേശന്റെ കൂടെ നിന്ന് വെള്ളം കുടിക്കുമായിരിക്കും. നീ അവനെ വെറുതെ കുറ്റപ്പെടുത്താതെ മോളെ. അവന്റെ സാഹചര്യം അങ്ങനെ ആയി പോയില്ലയോ. എങ്ങനെ കുറ്റം പറയാതിരിക്കും? അവനൊരു മോളുണ്ടെന്നുള്ള വിചാരം പോലും അവനുണ്ടോ? ഓ, ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല. ഈ കുഞ്ഞിന്റെ കാര്യം കൊണ്ടാ. വാ മോളെ ചായ കുടിക്കാന്. കൊറോണ ബാധിച്ചു മഞ്ജു എന്നെ വിട്ടുപോയി. ചെയ്തിരുന്ന പണിയും പോയി. കോൺട്രാക്ട് ഇപ്പോൾ വേറെ പണിയും എടുക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? എൻ്റെ മോളെങ്ങനെ വളർത്തും? ഇതാടോ ഇയാളുടെ ശാലമാണ് അടി. എടോ, താൻ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു കലാകാരൻ. എൻ്റെ പെണ്ണുപിള്ളയാണ് നേരത്തെ പോയി. പിള്ളേരുണ്ട്, അവർക്ക് അപ്പൻ്റെ കാര്യം നോക്കാനൊന്നും സമയമില്ല. അവരവരുടെ ജീവിതം അനുസരിച്ച് ജീവിക്കുന്നു. മണ്ണ് വാരാനോ കിളയ്ക്കാനോ കോരാനോ ഒക്കെ പോകാൻ പറ്റുമോ? ആ പണിക്കും ഇപ്പം ഒരുപാട് യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. ആരോടെങ്കിലും കൈ നീട്ടാൻ പറ്റുമോ? മനസ്സ് അനുഭവിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അവളെ ഞാൻ എങ്ങനെ വളർത്തും? അയ്യോ, നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു? നിങ്ങളൊക്കെ എവിടെല്ലാം ഞാൻ തിരക്കി. എന്തു വേണേ അളിയൻ വിഷമിക്കാതെ. ഞാനില്ലേ കൂടെ, ഞങ്ങളില്ലേ കൂടെ. അളിയ ഓർണ അടുക്കി അളിയ, എല്ലാ വിഷമങ്ങളും മാറും. വേണ്ടടോ, ഇപ്പം തന്നെ ഒരുപാടായി. ആഹാ, എന്തുവാടാ അത്? ടച്ചിങ്സ് ഒക്കെ മേടിച്ചിട്ടാണോ വന്നേക്കുന്നത്? അവിടെ ഇങ്ങനെ കൊണ്ടുപോകണം. എൻ്റെ കുഞ്ഞിനെ ഞാൻ കഴിക്കാൻ വാങ്ങിച്ചത്. ആ, അതെടുക്കണ്ട. വാ പോവാ, സമയം ഒത്തിരി ആയി. വാ, എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. ഓക്കെ ഓക്കെ.
ഒരു പാപ്പം ഒന്ന് പോടി. ഞാൻ എവിടെ വാങ്ങിച്ചായിരുന്നു മോനെ അത്? നമുക്ക് നാളെ വാങ്ങിച്ചു തരാം. രാവിലെ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാം കേട്ടോ. വാങ്ങിച്ചു തരാം കേട്ടോ. എടാ മനുവേ, നീ പോയോ? ദാണ്ടെ കുഞ്ഞും ദാണ്ടെ വരുന്നുണ്ടേ. നീ ഇപ്പൊ എവിടെയാ? മോനെ, വിവരങ്ങളൊക്കെ അമ്മയും അനുജനും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആ ദുരന്തം മഹാ കഷ്ടമായിപ്പോയി. എന്തു വന്നാലും സഹിച്ചല്ലേ പറ്റും. മോളാണല്ലേ? എന്താ ചക്കര മോടെ പേര്? ആ മിടിക്കുകയാണല്ലോ. എടാ മനു, ഞാൻ എന്തായാലും സ്ഥലത്തില്ല. ഞാൻ അങ്ങ് സ്റ്റേറ്റ്സിൽ സെറ്റിൽഡാണ്. എനിക്കിവിടെ ഒരു നാട്ടിൽ 1 ഏക്കർ വസ്തു കിടപ്പില്ലേ, വെറുതെ കിടക്കുക. നിനക്ക് ആ 1 ഏക്കറിൽ മാന്യമായൊരു കൃഷി ചെയ്തൂടെ? നല്ല വരുമാനം കിട്ടത്തില്ലേ? ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ. ഇട ചെറുക്കാൻ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമില്ലടാ. നീ ധൈര്യമായിട്ടിരി മോനെ. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കടാ മോനെ. എന്താവശ്യമുണ്ടല്ലോ എന്നെ വിളിച്ചാൽ മതിയടാ. നീ ധൈര്യമായിട്ടിരി, ഞാനില്ലേ. ആ മോനെ മനു, നീ എൻ്റെ അനുജൻ്റെ കൂടെ പഠിച്ചാണെങ്കിലും എനിക്ക് ആ കുടുംബമായിട്ട് ഒരുപാട് അടുപ്പമുണ്ട് മോനെ. അതുകൊണ്ടാണ് നിന്നോട് ഞാനിങ്ങനെ പറയുന്നത്. ആ മനു, നിന്റെ ആ കൂട്ടുകെട്ടുണ്ടല്ലോ, ആ കൂട്ടുകെട്ട് അങ്ങ് നിർത്തിയേക്കണം. അതത്ര നല്ലതല്ല. പറഞ്ഞു തീർന്നില്ല. കൂട്ടുകാരന്മാരെത്തി. ഒരു കൂട്ടുകാരനൊരു സങ്കടം വരുമ്പോൾ അവരെ സഹായിക്കാൻ വരുന്നവരാണ് എൻ്റെ കൂട്ടുകാരന്മാർ. എടാ മനു, ഈശ്വരനെ വിചാരിച്ച് നീ മുമ്പോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക, കേട്ടല്ലോ? അങ്ങനെ പറയുന്ന മൊത്തം ഞങ്ങൾ കേട്ടു. അങ്ങനെ എന്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നേരെ ചൊവ്വയാണെങ്കിൽ എന്നോട് കൂടെ. പിന്നെ ഞങ്ങൾ കൂടി വരട്ടെ.